കഴിഞ്ഞ 3 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസിംഗ് നൽകുന്നതെങ്കിലും നിഫ്റ്റി അതിൻ്റെ എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഷോർട്ട് ടൈമിൽ പോസിറ്റീവാണ്. 25,000-നും 25,500-നും ഇടയിലുള്ള മൂവ്മെൻറ്റ് വേണം വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസവും നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ഡെയിലി ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ അപ്പർ സൈഡിലും ലോവർ സൈഡിലും വിഗോട് കൂടിയ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ബൈയിങ് സെല്ലിംഗ് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ 25,350 ആണ്. 25,350-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 25,500-ലേക്ക് മാർക്കറ്റ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വരും സമയങ്ങളിൽ 25,000-നും 25,500-നും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. 25,150 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 3,551 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FPIs നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,670 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. H1B വിസയുടെ നിരക്ക് വർദ്ധിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ പ്രഷർ പ്രകടമാണെങ്കിലും ലേറ്റൻ്റ് വ്യൂ അനലിറ്റിക്സ് ഉൾപ്പെടെയുള്ള പല കമ്പനികളും H1B വിസ വർധനവ് നിരക്ക് കമ്പനികളുടെ പെർഫോമൻസിനെ ബാധിക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. IT സെക്ടറിൽ ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഇൻഫോസിസ് സ്വിസ് ബേസ്ഡ് കമ്പനിയായ സൺറൈസുമായി ചേർന്ന് IT ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഡ്രിവൺ ഡെറിവേറ്റീവ്സിന് വേണ്ടി ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. SCL ടെക്നോളജിയും സ്വീഡിഷ് ആട്ടോ മാനുഫാക്ചർ കമ്പനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മിൻഡ കോർപ്പറേഷൻ എന്ന ഓട്ടോ കോമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. EV അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻറ്റ്സ് മാനുഫാക്ചറിങ്ങിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിക്ക് കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നും 1,115 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് മോശമായിരുന്നെങ്കിലും വരും സമയങ്ങളിൽ മികച്ച റിക്കവറി വരുമെന്ന് ഹൈക്കൽ എന്ന കമ്പനിയുടെ മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. രാമ സ്റ്റീൽ ട്യൂബ് എന്ന കമ്പനി പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 7.7 കോടി ഷെയറുകൾ 11 രൂപ 25 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാമ സ്റ്റീൽ ട്യൂബ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സൊനാറ്റ സോഫ്റ്റ്വെയർ എന്ന കമ്പനിക്ക് മൈക്രോസോഫ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് സൊല്യൂഷൻ ഇന്നർ സർക്കിൾ അവാർഡ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ എന്ന കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2 ലക്ഷം ടൺ പെർ ആനത്തിൽ നിന്നും 1 ലക്ഷം ടൺ പെർ ആനത്തിലേക്ക് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. കൂടാതെ എമിക്കോ എൽക്കൺ എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ ടാംറോക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ ഹോൾഡിംഗ്സ് കമ്പനിയുടെ 24% സ്റ്റേക്കുകൾ OFS അതായത് ഓഫർ ഫോർ സെയിൽ വഴി സെൽ ചെയ്യുകയാണ്. ഡിസ്കൗണ്ട് പ്രൈസിൽ 1,400 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് സെല്ലിംഗ് നടക്കുന്നത്. അതുകൊണ്ട് എമിക്കോ എൽക്കോൺ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ അതിൻ്റെ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോർ തെലങ്കാനയിൽ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. മോർഫി റിച്ചാർഡ്സിനെ ബജാജ് ഇലക്ട്രിക്കൽസ് എന്ന കമ്പനി ഏറ്റെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഇലക്ട്രിക്കൽസും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ സ്വിഗ്ഗിയുടെ തന്നെ സബ്സിഡറി കമ്പനിയായ റാപ്പിഡോയുടെ പ്രിഫറൻഷ്യൽ ഷെയറുകൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലേക്ക് നീക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ടോറൻ്റ് പവർ എന്ന കമ്പനി ന്യൂസ് ഓൺ ഇന്ത്യയുടെ 49% സ്റ്റേക്കുകൾ 211 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻ്റ് പവർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അക്സോ നോബൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇമ്പീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് അക്സോ നോബലിൻ്റെ 5% അതായത് 23 ലക്ഷം ഷെയറുകൾ 3,261 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അക്സോ നോബൽ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്